എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വരുന്ന എൻക്വയറീസിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, 100% കൺവേർഷൻ ആണ് ഞാൻ പറയുന്നത്. എങ്ങനെ ഇപ്പൊ എന്റെ സ്ഥാപനത്തില്, ഇപ്പൊ എന്റെ സ്ഥാപനമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ആണ്, കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്. എനിക്ക് ഒരു 10 എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ 10 പേരെയും ഞാൻ കൺവേർട്ട് ചെയ്യും. ഇത് ഞാൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പരിപാടിയില്ല കേട്ടോ. ഞാൻ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കുകൾ, സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കുകൾ, അവരുടെ റിക്വയർമെന്റുകൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ വർഷങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോർമുലയാണ്. ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യും. എന്ത് ബിസിനസ് ആയിക്കോട്ടെ. നിങ്ങളുടെ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. ഈ എഡ്യൂക്കേഷൻ സെക്ടറിൽ അല്ലാണ്ട് നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ കസ്റ്റമറിന്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കസ്റ്റമറിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഈ സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾക്ക് വരുന്ന എൻക്വയറിനെ എല്ലാവരും കൺവേർട്ട് ചെയ്യാം. ഈവൻ കോമ്പറ്റീറ്റേഴ്സിനെ പോലും കൺവേർട്ട് ചെയ്യാം. ക്യാൻ യു ബിലീവ് ഇറ്റ്? കോമ്പറ്റീറ്റേഴ്സിനെ പോലും കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ അതിന് ചെയ്തിരിക്കുന്ന പരിപാടി എന്താന്ന് പറയാം. എനിക്കിപ്പോ ഒരാള് എൻക്വയറി നടത്തിയപ്പോ ആള് പറയാണ്, ആൾക്ക് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനാണ് താല്പര്യം. നമുക്ക് നമ്മുടെ ക്യാമ്പസിൽ ഓഫ്ലൈൻ ട്രെയിനിങ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാം. അതിന് 3 months ആണ് അതിന്റെ ഡ്യൂറേഷൻ. നമുക്കൊരു ദിവസം തന്നെ പല ടൈമിംഗും ഉണ്ട്. അതേപോലെ അതിന് 40,000 ആണ്. എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ട്. പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. 100% പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. അത്രയ്ക്ക് നമ്മുടെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. എന്തായാലും നമ്മുടെ അടുത്താണ് അവർ ഓഫ്ലൈൻ ജോയിൻ ചെയ്യുള്ളൂ. അപ്പോൾ ഒരാൾ ഓഫ്ലൈൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ ഓഫ്ലൈൻ്റെ പ്രൊഡക്റ്റ് കൊടുക്കും. അവരത് ഓഫ്ലൈന് താല്പര്യമുണ്ടെങ്കിൽ ഓഫ്ലൈൻ ജോയിൻ ചെയ്യും. ഇനിയിപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറയാണ്, എനിക്ക് ഓഫ്ലൈനിൽ ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഓൺലൈൻ ചെയ്യാനാണ് താല്പര്യം. പക്ഷെ ഓൺലൈനൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫ്ലൈൻ ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് മാൻഡേറ്ററി ആണ്. അപ്പോൾ അവർ വിളിച്ചിട്ട് രണ്ടാമത്തെ ആൾ പറയാണ്, എനിക്ക് ഓൺലൈൻ ചെയ്യാനാണ് താല്പര്യം. അപ്പൊ ഞാൻ പറയും, നമുക്ക് ഓൺലൈൻ ഉണ്ട്. നമ്മുടെ എല്ലാ മൺഡേ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികളുടെയും സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ രാത്രി 9 മണി തൊട്ട് 10:30 വരെയാണ് നമ്മുടെ ബാച്ച്. മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ്. 2 months ആണ്. 20,000 ആണ് ഫീസ്. അതേപോലെ തന്നെ നമുക്ക് മോർണിംഗിലുണ്ട് ബാച്ച് 7:30 to 9. അപ്പൊ ആൾക്കാർ പറയുകയാണ്, എനിക്ക് ഓൺലൈൻ പഠിക്കാനേ താല്പര്യമുള്ളൂ, എൻ്റെ അടുത്ത് ലാപ്ടോപ്പ് ഉണ്ട്, എൻ്റെ ഡിസ്റ്റൻസ് പുറത്തായിരിക്കും, ചിലപ്പോൾ ഗൾഫിലുള്ളവരായിരിക്കും, ചിലപ്പോൾ കേരളത്തിൽ തന്നെ നമ്മുടെ ഓഫീസ് കൊച്ചിയിലാണ്, ബാക്കി ഇവിടെ കാലിക്കട്ടോ മലപ്പുറം ഇടുക്കിയോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവർക്കായിരിക്കും. അവർക്ക് ഓൺലൈൻ വഴി പഠിക്കാം. അപ്പോൾ ഓൺലൈൻ വഴി പഠിക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ അവർ പറയണം ഓൺലൈൻ വഴി പഠിക്കാൻ താല്പര്യമെങ്കിൽ ഓൺലൈൻ വഴി ജോയിൻ ചെയ്യും. അപ്പൊ രണ്ടാമത്തെ എൻക്വയറിനെയും കൺവേർട്ട് ചെയ്യും. മൂന്നാമത്തെ ഒരാൾ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ അടുത്ത് ലാപ്ടോപ്പ് ഇല്ല, എൻ്റെ അടുത്ത് അതിനുള്ള പൈസ ഇല്ല, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ കൊടുക്കുന്നതാണ് ഞങ്ങളുടെ റെക്കോർഡർ ക്ലാസ് ഉണ്ട്. അതായത് 6 ട്രെയിനേഴ്സിന്റെ 50+ ടോപ്പിക്സോട് കൂടിയ പ്ലേ സ്റ്റോറിലും ഈ ആപ്പ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഈ ആപ്പ് അവൈലബിൾ ആണ്. നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അതാണ് ഇത്. ലാപ്ടോപ്പ് വേണമെന്നില്ല, മൊബൈലിൽ തന്നെ പഠിക്കാം. വെറും 999 ഉള്ളൂ. അപ്പോൾ ഒരാൾ പറയണ, എൻ്റെ അടുത്ത് പൈസ ഇല്ല, എൻ്റെ അടുത്ത് ഫണ്ടില്ല, ലാപ്ടോപ്പ് ഇല്ല. അപ്പൊ നമ്മൾ അവരാരും ഡിസ്കറേജ് ചെയ്യില്ല. അവരെയും കൺവേർട്ട്, അവർ നിങ്ങൾ വെറും 999 മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡർ ക്ലാസ്സുകൾ കേട്ട് പഠിക്കാം. നമ്മൾ വേറൊരു ഓപ്ഷൻ കൂടെ കൊടുക്കുന്നത്, നിങ്ങൾ ഇതൊക്കെ റെക്കോർഡ് കേട്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ പഠിക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ വെറും 999 അവർക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ഓഫ്ലൈനിലേക്കായി നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ പൈസ ഇല്ല, ലാപ്ടോപ്പ് ഇല്ലാത്തവർക്ക് നമ്മൾ മൊബൈൽ ആപ്പ് ചെയ്യും. ഇനിയിപ്പോ നാലാമത്തെ ഒരാൾ എൻക്വയറി എടുത്തിട്ട് പറയാണ്, എനിക്ക് പഠിക്കാനുണ്ട് പക്ഷെ എൻ്റെ ഒരൊറ്റ പൈസ ഇല്ല. അപ്പൊ നമ്മൾ പറയും, നമ്മളൊരു 2 hour ഫ്രീ ക്ലാസ് ഉണ്ട്, നമ്മൾ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ആ 2 hour ക്ലാസ് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവരെയും കൺവേർട്ട് ചെയ്യും. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇനി നമ്മൾ കോമ്പറ്റീറ്റർ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചാൽ പറയാൻ പോണേ. ഇപ്പൊ ചില ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവർ വിളിക്കും. എന്തിനാ വിളിക്കണേ? അവർക്ക് ചിലപ്പോൾ ഇൻഫോർമേഷൻ കിട്ടാനാണ്, നമ്മൾ എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ ഇതൊക്കെ പഠിപ്പിക്കണം അറിയാനാണ്. ചിലപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും വിളിക്കണേ, എന്തിനെ കുറിച്ച് അറിയാൻ. നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്യാവശ്യം അറിയാം, ഇവർ എന്തോ ഇൻഫോർമേഷൻ ഉണ്ട് വിളിക്കണേ. നമ്മൾ അവരെ ഡിസ്കറേജ് ചെയ്യില്ല. നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിച്ചിട്ട് അവരോട് പറയും, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ജോബ് കണ്ടെത്താൻ ഞങ്ങൾ സഹായിച്ചു തരാം. നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചോട്ടെ. നിങ്ങൾ കേരളത്തിൽ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ പഠിച്ചാലും ശരി, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ
നല്ല ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വേൾഡിൽ തന്നെ നമ്പർ 1 അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ജോബ് സൈറ്റിന്റെ പേരാണ് ILTjobs.com. നമ്മുടെ സ്വന്തം ജോബ് സൈറ്റ് ആണ്. അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ജോബ് മാത്രമേ ഉള്ളൂ. അപ്പൊ കേരളത്തിലോ ഗൾഫിലോ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണമെങ്കിൽ കമ്പനിക്കാർ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നത് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിനാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവര് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ജോബ് സൈറ്റിനെ കുറിച്ച് പറഞ്ഞ് അവരെ കൊണ്ട് റെസ്യൂം ഒക്കെ അപ്ലോഡ് ചെയ്യിപ്പിച്ച് അസിസ്റ്റ് ദം ടു ഫൈൻഡ് ഔട്ട് എ വെരി ഗുഡ് ജോബ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അങ്ങനെയാണ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഇനി അതേപോലെ തന്നെ ചിലവർ വിളിച്ചിട്ട് പറയും ഞങ്ങൾക്ക് ഓഫ്ലൈൻ പഠിക്കാൻ താല്പര്യമില്ല, ഓൺലൈൻ പഠിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് വേറെ ടൈമിങ്ങൾ, ചിലപ്പോൾ ഞങ്ങൾക്ക് നാളെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ 5 days അറ്റൻഡ് ചെയ്യാം, ഞങ്ങളുടെ സൗകര്യം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഉണ്ട്. ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ, അപ്പൊ ട്രെയിനർ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ അപ്പൊ നമ്മൾ പഠിപ്പിക്കും. അതാണ് ഇൻഡിവിജ്വൽ 1-to-1 ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവന്റെ സമയത്ത് അപ്പൊ സൺഡേ പറയാണ് രാവിലെ 11 മണിക്കാണ് വി വിൽ ടീച്ച് ദം, ചിലപ്പോൾ പറയാണ് ഈവനിങ്ങിലാണ് വി വിൽ ടീച്ച് ദം. അവന്റെ കൺവീനിയന്റ്, സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ ബിസിനസ് ഓണറിന്റെ അവരുടെ കൺവീനിയന്റ് അനുസരിച്ച് നമ്മൾ പഠിക്കുക. അതാണ് ഇൻഡിവിജ്വൽ ട്രെയിനിങ്. ഡെഫിനറ്റ്ലി അത് പെർ അവർ ചാർജ് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഭയങ്കര ഫുൾ അറ്റൻഷൻ കിട്ടും. നല്ലതാണ്. നിങ്ങൾക്ക് ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് ഫണ്ട് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ഫുൾ കോൺസെൻട്രേഷൻ കിട്ടണം, ഫുൾ ഫോക്കസ് കിട്ടണം, ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങിന് അത്ര ലോകത്തെ ഏറ്റവും ഒരു ട്രെയിനിങ്ങും ഇല്ല. കാരണം ഫുൾ അറ്റൻഷൻ കിട്ടും. നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കുന്നു അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും ഇൻഡിവിജ്വൽ ട്രെയിനിങ്. ഇനി ചില ആൾക്കാർ വിളിച്ചിട്ട് പറയും ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സർവീസ് ചെയ്തു കൊടുക്കുമെന്ന് ചോദിക്കും. ചിലവർ ആവശ്യം അതാണ്. അപ്പൊ ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കും എന്ന് പറയും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് 3 വർഷം 5 വർഷമൊക്കെ വർക്ക് ചെയ്ത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവർ ചെയ്തവരൊക്കെ നമ്മൾ വിളിക്കാൻ ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മളിപ്പോ റീസെന്റ് അല്ല, കുറച്ച് 2-3 വർഷമായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിദേശത്ത് പഠിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പൊ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ്, MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ്, US, UK, കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ, സിംഗപ്പൂർ ഇവിടെയൊക്കെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മാസ്റ്റേഴ്സ് പഠിക്കാം. ഞാനും 2 വർഷം മുന്നേ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലണ്ടനിൽ പഠിച്ചതാണ്. അവിടെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡായിട്ട് ഞാൻ ജോബും ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ നമ്മുടെ കോമ്പറ്റീഷനെ വിളിച്ച് ഞാൻ പറയും നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കും, മാസ്റ്റേഴ്സ് പഠിക്കും. നിങ്ങൾക്ക് ഓൾറെഡി 3 വർഷം 4 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിദേശത്ത് പോയി പഠിക്കുക, UK-ലോ കാനഡയിലോ നിങ്ങൾ പോയി പഠിക്കുക. പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടും. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പാർട്ട് ടൈം ജോബ് നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ള സ്റ്റുഡൻസ് ഹോട്ടലിലും അല്ലെങ്കിൽ കെയർ ഹോംസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് അവിടെ വർക്ക് ചെയ്യാം, പാർട്ട് ടൈം വർക്ക് ചെയ്യാം, ഫ്രീലാൻസ് പ്രൊജക്ട് എടുക്കാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പഠിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, MBA MSc ആണ്. അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ നല്ല കമ്പനികളിൽ ജോലിയും കിട്ടാം. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന എല്ലാവരെയും നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ റിംഗിങ് നോ റെസ്പോൺസ്, അല്ലെങ്കിൽ റോങ് നമ്പർ, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാവരെയും കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റർ ആണോ, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് വരുന്ന എൻക്വയറി, ഇതേ സ്ട്രാറ്റജി നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ പ്രൊഡക്റ്റിലും അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങളുടെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ശരിക്കും മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് 100% കൺവേർഷൻ കിട്ടും. 100%. അതായത് നമുക്കൊരു 100 എൻക്വയറി വന്നാൽ 100 പേരെയും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏത് സ്ഥാപനത്തിലും കാണാൻ പറ്റും ചിലവിടെ കൺവേർഷൻ 1, 2, 5, 10 ആ റേറ്റിലാണ്. നമുക്ക് 100% കൺവേർഷൻ റേറ്റ് കിട്ടും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ആണോ സെർച്ച് ചെയ്യണം, കമന്റിൽ ചോദിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിദേശത്താണോ പഠിക്കണം, കമന്റിൽ ചോദിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ആണോ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം ചോദിക്കാം.
സർട്ടിഫിക്കേഷനെ കുറിച്ച് ചോദിക്കണം, നിങ്ങൾ ചോദിക്കുക. എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ചോദിക്കും. കാരണം ഞാൻ ഇതിലൊരു 20 വർഷമായി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ കേരളത്തിൽ നമ്പർ 1 ആണ്. നമ്മുടെ മൊബൈൽ ആപ്പ് വെച്ചിട്ട് തന്നെ ഏകദേശം 25,000 കുട്ടികൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ. അതേപോലെ ഏറ്റവും കൂടുതൽ റിവ്യൂ നമുക്കാണ്, ഏറ്റവും കൂടുതൽ ഫോളോവർ നമുക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ, ഏറ്റവും കൂടുതൽ നമുക്ക് മാത്രമാണ് മൊബൈൽ എനേബിൾഡ് ലേണിംഗ് ഉള്ളത്. നമുക്കാണ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, സ്റ്റഡ് കൗൺസിലിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്, എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് ലോകത്ത് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി സ്കോപ്പ് ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിഞ്ഞാലാണ് നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ പറ്റൂ. നിങ്ങളൊരു സ്റ്റുഡന്റ് ആണോ? വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് പോലും നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഇനി നിങ്ങൾക്ക് ഒരു ജോബ് സീക്കർ ആണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക. ഹൗസ് വൈഫ് ആണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക. നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് യു ക്യാൻ മേക്ക് ലോട്ട് ഓഫ് അഡീഷണൽ ഇൻകം. അതിന് മാത്രം സ്കോപ്പാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷെ നിങ്ങൾക്ക് അതിനൊരു പാഷൻ വേണം, ഇൻട്രസ്റ്റ് വേണം. താങ്ക് യു.